ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പേജ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോകാഡിൻ്റെ യൂസർ ഇൻ്റർഫേസിനെ പറ്റിയാണ്. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പലർക്കും പല ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഡൗട്ടുണ്ട്, അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് നോക്കാം CADD എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന്. ഓക്കെ, അത് നമ്മൾ പറയുന്നതാണ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് CADൻ്റെ ഫുൾ ഫോം. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് ഇതാണ്. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ആക്ച്വലി നമ്മുടെ ഓട്ടോകാഡിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് നമ്മുടെ ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ മെനു. ഇതിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറേ പാരാമീറ്റേഴ്സ് വരും. ന്യൂ, ഓപ്പൺ, സേവ് ആസ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് വരും. ഇതൊക്കെ നമ്മുടെ വരുന്നത് പ്രിൻറ്റിങ് അല്ലെങ്കിൽ നമ്മൾ PDF ആക്കുമ്പോഴാണ് നമുക്ക് ഇത് ആവശ്യമുള്ളത്. ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ന്യൂ ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സേവ് ആസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മളെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ നമുക്ക് എടുക്കാനും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്ററാണ് നമ്മുടെ ആപ്ലിക്കേഷൻ മെനു. അതാണ് നമ്മുടെ ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഇതിനെ നമ്മൾ പറയുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ന്യൂ, ഓപ്പൺ, സേവ് ആസ്. അത് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഓട്ടോകാഡിൽ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പോൾ തന്നെ ഓപ്പൺ, സേവ് ആസ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇത് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ആണ്. അതായത് ഒരു ക്ലിക്കിൽ തന്നെ നമുക്ക് ഡബിൾ ക്ലിക്കിൻ്റെ വർക്ക് നമുക്ക് കിട്ടും. അത് നമ്മളിപ്പം ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ആപ്ലിക്കേഷൻ മെനുവിന് പോയി ഓപ്പൺ, അല്ലെങ്കിൽ ന്യൂ, അല്ലെങ്കിൽ സേവ് ആസ് ചെയ്യേണ്ടി വരും. പക്ഷേ അതല്ല, നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. ഓക്കെ, നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് നമ്മുടെ വർക്ക് സ്പേസ്. നമുക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ 3D ബേസിക്സ് ഉണ്ട്, 3D മോഡലിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പാരാമീറ്റർ എല്ലാം വരുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന പാരാമീറ്റർ എല്ലാം നമുക്ക് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ കാറ്റഗറിയിലാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത പാരാമീറ്റർ ക്ലിക്ക് ചെയ്ത് നോക്കാം. 3D ബേസിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പാരാമീറ്റർ നമ്മുടെ ഫുള്ള് അങ്ങ് മാറി, ടാബ്സ് ഫുൾ അങ്ങ് മാറി കാണാൻ പറ്റും. ഇത് ഫുള്ള് 3D ആയിട്ടുള്ള സംഭവം നമുക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇത് മെയിൻലി യൂസ് ആവുന്നത് നമ്മുടെ സിവിൽ ആർക്കിടെക്ചർ, അതുപോലെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ കുറച്ചുകൂടെ യൂസ് ആവുന്നത്. ഓക്കെ, അഗെയിൻ നമ്മൾ 3D മോഡലിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് 3Dയിലോട്ട് നമ്മൾ സ്വിച്ച് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് കുറച്ചുകൂടെ യൂസ് ആകും. മെഷീൻ ഒക്കെ ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ യൂസ് ആകും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് പാരാമീറ്റേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ ഇതിനകത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ വർക്ക് സ്പേസ് ഞാൻ ബൈ ഡിഫോൾട്ടായിട്ട് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷനിൽ വയ്ക്കുക. അതായത് 2D ഡ്രാഫ്റ്റിംഗ്. അതായത് ഓട്ടോകാഡ് നമുക്ക് ബേസിക്കായിട്ട് മെയിനായിട്ട് നമ്മൾ 2D അല്ലെങ്കിൽ 2 ഡയമെൻഷണൽ പാരാമീറ്ററിനാണ് നമ്മൾ ഓട്ടോകാഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലോട്ട് സ്വിച്ച് ചെയ്തു ഞാൻ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും പാരാമീറ്റർ നമുക്ക് വരും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പാരാമീറ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ ടൈറ്റിൽ ബാർ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓട്ടോഡെസ്ക് ഓട്ടോകാഡ് 2020 ഏത് വെർഷനാണ്, ഏത് ഇയർ ആണ് അത് നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ നമുക്ക് ഓട്ടോകാഡ് ഫയലിൻ്റെ പേര് അറിയാൻ പറ്റും. ഡ്രോയിങ് 1 അതാണ് ഫയൽ നെയിം. .dwg. അപ്പോൾ നമ്മൾ ഓട്ടോകാഡിൻ്റെ എന്ത് ഫയലാണെങ്കിലും .dw എന്ന ഫോർമാറ്റിലായിരിക്കും ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പാട്ടൊക്കെ സേവ് ചെയ്യുമ്പോൾ MP3 അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്യുമ്പോൾ MP4 ആ ഫോർമാറ്റാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഓട്ടോകാഡ് ഫയൽ എന്ന് പറയുന്നത് .dwg ഫയൽ. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ .dwg ഫയൽ ഉണ്ടെങ്കിൽ അത് ഓട്ടോകാഡ് ഫയലാണെന്ന് നമ്മൾ പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഇൻഫോ സെൻറ്റർ. നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് കാണാൻ പറ്റും. ഹോം, ഇൻസേർട്ട്, അതേപോലെ അനോട്ടേറ്റ്, പാരാമെട്രിക്, ഇതെല്ലാം നമ്മുടെ ടാബ്സ് ആണ്. ഓക്കെ, നമ്മുടെ ടാബ്സ് ആണ്. അതിന് മുന്നേ ഞാൻ കാണിക്കാം. ഫോർ എക്സാമ്പിൾ എനിക്ക് വേറൊരു പാരാമീറ്റർ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ആരോയിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ ഷോ മെനു ബാർ കാണിക്കുക. ഓക്കെ, ഷോ മെനു ബാർ എല്ലാവർക്കും അറിയായിരിക്കും. ബിക്കോസ് നമ്മുടെ എല്ലാ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ ഇതൊക്കെ ഉള്ളതാണ്. നമ്മുടെ ന്യൂ അല്ലെങ്കിൽ ഫയൽ, എഡിറ്റ്, വ്യൂ, ഇൻസേർട്ട്, ഇതൊക്കെ ബേസിക്കായിട്ടുള്ളതാണ്. ബാക്കിയുള്ളത് നമ്മൾ ഓട്ടോകാഡിൽ വരുന്ന പാരാമീറ്റേഴ്സാണ്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ മെനു ബാറാണ്. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മെനു ബാർ. ഇൻ കേസ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് വിസിബിൾ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യണം.
ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഹൈഡ് മെനു ബാറിന് പകരം ഇവിടെ ഷോ മെനു ബാർ എന്നായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെനു ബാർ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മെനു ബാർസിൽ നമുക്ക് ലിസ്റ്റായിട്ടായിരിക്കും വരുന്നത്, പക്ഷേ ടാബ്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഐക്കൺസ് ആയിട്ടായിരിക്കും വരുന്നത്. കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ടാബ്സ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ടാബ്സ് ആണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോർട്ട് ഏരിയ അല്ലെങ്കിൽ ഏരിയ, ഇതിനെ നമ്മൾ പറയുന്നതാണ് വ്യൂ പോർട്ട്. ഓക്കെ, നമ്മൾ വരയ്ക്കുന്ന ആ സ്പേസിന് നമ്മൾ പറയുന്നതാണ് വ്യൂ പോർട്ട്. ഓക്കെ, അതേപോലെ ഇത് നമ്മുടെ പേര്, ഇതിന് നമ്മളെ പറയുന്നതാണ് വ്യൂ ക്യൂബ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ മെയിനായിട്ട് യൂസ് ആകുന്നത് 3D ഒക്കെ വരയ്ക്കുമ്പോഴാണ് കൂടുതൽ യൂസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3D ആയിട്ടുള്ള സംഭവം നമുക്ക് കാണാം, വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ വ്യൂ ക്യൂബ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പാരാമീറ്റർ, നമ്മൾ വരയ്ക്കുന്ന പാരാമീറ്റർ നമ്മൾ പറയുന്നത് വ്യൂ പോർട്ടാണ്. അതേപോലെ ഈ ഒരു പാരാമീറ്റർ നമ്മൾ പറയുന്നതാണ് വ്യൂ ക്യൂബ്. ഓക്കെ, അതേപോലെ ഈ പാരാമീറ്ററിനെ നമ്മൾ പറയുന്നതാണ് നാവിഗേഷൻ ബാർ. ഓക്കെ, അപ്പോൾ ഈ പാരാമീറ്ററിൽ കുറേ യൂസ്ഫുൾസ് ഉണ്ട്, അതൊക്കെ നമുക്ക് പതുക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ നാവിഗേഷൻ ബാറാണ്, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്ററാണ്. ഓക്കെ, നെക്സ്റ്റ് പാരാമീറ്റർ വരുന്നത്, ഇൻ കേസ് നമുക്കൊരു പുതിയൊരു ഷീറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ന്യൂ ഡ്രോയിങ്സ് എന്നൊരു ഓപ്ഷൻ വരും, പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ ഡ്രോയിങ് ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ ഡ്രോയിങ് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്ത് അല്ലെങ്കിൽ ആഡ് ചെയ്ത് നമുക്ക് ഷീറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ UCS. ഇവിടെ നിന്ന് കാണാൻ പറ്റും വൈയും എക്സും ഇത് കാണാൻ പറ്റും. നിങ്ങളിങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ വൈയും അല്ലെങ്കിൽ XY കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നതാണ് യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇത് നമ്മൾ പറയുന്നതാണ് UCS അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ എക്സും വൈയും ജോയിൻ ചെയ്യുന്ന ഈ പോയിൻ്റാണ് നമ്മുടെ നമ്മുടെ ഈ ഒരു ഫുൾ ഒരു ഓട്ടോക്യാഡ് അല്ലെങ്കിൽ വിക്യൂബിന് നമ്മൾ വരയ്ക്കുന്ന പോയിൻറ്റിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പം XY ജോയിൻ ചെയ്യുന്ന പാരാമീറ്ററാണ് നമ്മുടെ ഒറിജിൻ. ഓക്കെ, അതേപോലെ ഈ പാരാമീറ്റർ എക്സ് മേളിലോട്ട് പോകും, വൈ മേളിലോട്ട് ഈ ഡയറക്ഷനിലാണെങ്കിൽ വൈ പോസിറ്റീവ് ആയിരിക്കും, ഈ ഡയറക്ഷനാണെങ്കിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ എക്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, അതേപോലെ നെഗറ്റീവ് എക്സ് ആയിരിക്കും, ഇവിടെ നമ്മുടെ നെഗറ്റീവ് വൈ ആയിരിക്കും. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ, നമ്മൾ വരച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ കാണാൻ പറ്റും ഈ കർസർ ഇങ്ങനെ മൂവ് ആവുന്നുണ്ട് അല്ലേ, അപ്പോൾ ഇത് നമ്മുടെ ക്രോസ് ഹെയർ ആണ്, നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഗ്രിഡ് ലൈൻസ് കുറേ ഉണ്ട്. ഇപ്പോൾ നെറ്റ്വർക്ക്സ് ഓഫ് ലൈൻസ് ആണിത്. അപ്പോൾ ഗ്രിഡ് ലൈൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഗ്രിഡ് ലൈൻസിലാദ്യം വരയ്ക്കാം. അതേപോലെ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്രിഡ് ലൈൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് വരയ്ക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സസിൽ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പം ഞാനിപ്പം ഇങ്ങനെ കർസർ മൂവ് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കോർഡിനേറ്റ്, ഡ്രോയിങ് കോർഡിനേറ്റ്സ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഡ്രോയിങ് കോർഡിനേറ്റ്. കാണാൻ പറ്റും എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ് മാത്രമേ മൂവ് ആവുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇത് 2D ആണ്. ഓക്കെ, 2 ഡയമെൻഷനിലാണ് ഓൾറെഡി പറഞ്ഞു. അപ്പം എക്സും വൈ ഇവിടെ കാണുന്ന പോലെ എക്സും വൈയും മാത്രമേ കാണുന്നുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് എക്സിൻ്റെയും വൈൻ്റെയും കോർഡിനേറ്റ് മാത്രമേ മൂവ് ആവത്തുള്ളൂ, സെഡിൻ്റെ കോർഡിനേറ്റ് മൂവ് ആവത്തില്ല, അത് 0 ആണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ കർസർ കൊണ്ടുവന്നിരിക്കുന്നത് വൈ ഡയറക്ഷൻ നെഗറ്റീവാണ്, അതേപോലെ എക്സ് ഡയറക്ഷൻ പോസിറ്റീവാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് ഇവിടെ കൊണ്ടുവരുമ്പം രണ്ടിൻ്റെ വാല്യൂ പോസിറ്റീവായിട്ട് വന്നു. കാണാൻ പറ്റും ഡ്രോയിങ് കോർഡിനേറ്റ്സ് മാറുന്നത്. ഓക്കെ, ഇപ്പോൾ സെഡിൻ്റെ മാറുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മൾ 3D അല്ലെങ്കിൽ 3 ഡയമെൻഷനിലല്ല വരയ്ക്കുന്നത്, 2Dയിലാണ് വരയ്ക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ കമാൻഡാണ്, കമാൻഡ് ലൈൻ ആണ് നമ്മൾ ഇതിനെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ലൈൻ എന്ന് എഴുതുമ്പോൾ അത് കമാൻഡ് ലൈനിലാണ് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ കർസർ ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ വരും, പക്ഷേ ഇൻ കേസ് ഞാൻ എൻ്റെ മൗസ് ഇവിടെ ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇപ്പോൾ ഞാൻ എഴുതുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, ലൈൻ. അപ്പോൾ ലൈൻ കമാൻഡ് ആക്ടിവേറ്റ് ആവണമെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട പാരാമീറ്റർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ട് പാരാമീറ്റർ ആണ് നമ്മുടെ ടോഗിൾ ബട്ടൺസ്. ഇവിടെ നിങ്ങൾ കാണുന്ന ബട്ടൺസ് ആണ് നമ്മുടെ ടോഗിൾ ബട്ടൺസ്. ഇതൊക്കെ നമ്മുടെ ടോഗിൾ ബട്ടൺസ് ആണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ടോഗിൾ ബട്ടൺസ് ആണ്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഇപ്പോൾ ബ്ലൂ ആണ്, ഗ്രിഡ് ലൈൻസ് ആണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ചുമ്മാ കൊണ്ട് വെച്ചാൽ മതി, നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ മേളിൽ വെച്ചപ്പോൾ ഗ്രിഡ് മോഡ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രിഡ് ഇപ്പോൾ കാണുന്നില്ല അല്ലേ. അപ്പം ഓൺ ചെയ്യണമെങ്കിൽ ബ്ലൂ ലൈൻ, ലൈറ്റ് ബ്ലൂ
ബ്ലൂ കളർ ഉണ്ട് അല്ലെങ്കിൽ ബ്ലൂ ഇൻഡിക്കേഷൻ ആണ് തരുന്നത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രിഡ് ലൈൻ ഓൺ ആണ്. അതേപോലെയാണ് എല്ലാ പാരാമീറ്ററും. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ ബ്ലൂ ആണെങ്കിൽ ഓൺ ആണ്, അതേപോലെ ബ്ലൂ അല്ല ഇത് ഗ്രേ ആണ് അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഒന്നും ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഈ ഒരു പാരാമീറ്ററിൽ ഇരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓൺ ഓഫ് നമ്മൾ ടോഗിൾ ബട്ടൺസിനെ ഓൺ ഓഫ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമുക്ക് ഈ കോർണറിലുണ്ട് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് 3 ലൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ കാണാൻ പറ്റും. കസ്റ്റമൈസേഷൻ ആക്ച്വലി ഇവിടെ എഴുതിയിരിക്കുന്ന പാരാമീറ്റർ തന്നെയാണ്. ഇവിടെ എഴുതിയിരിക്കുന്ന പാരാമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇതിനെ നമ്മൾ പറയുന്നതാണ് ഓർത്തോ മോഡ്. ഓക്കെ, ഓർത്തോ മോഡ് പെർപെൻഡിക്കുലർ വരയ്ക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഓർത്തോ മോഡിനെ നമുക്ക് ഹൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കസ്റ്റമൈസേഷനിൽ പോയി ഓർത്തോ മോഡ് ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർത്തോ മോഡ് ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടിയത്, യൂസർ ഇൻ്റർഫേസ് ആണ് കിട്ടിയത്. ഇവിടെ ഓർത്തോ മോഡ് ഇല്ല. അപ്പോൾ എന്തെങ്കിലും പാരാമീറ്റർ അല്ലെങ്കിൽ എന്തെങ്കിലും ടോഗിൾ ബട്ടൺസ് ഇവിടെ മിസ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ 3 ബട്ടൺ അല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ എന്ന ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പാരാമീറ്ററാണോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ നമുക്ക് ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ബൈ ഡിഫോൾട്ടായിട്ട് വരും. നമുക്ക് എന്താണോ ക്ലിക്ക് ചെയ്തത് അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓട്ടോകാഡിനെ പറ്റി. ഇത് നമ്മൾ ബേസിക്കായിട്ട് യൂസർ ഇൻ്റർഫേസിന് ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മനസ്സിലായാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതേപോലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് ഡൗട്ടെന്ന്. ഓക്കെ, ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അപ്കമിങ് വീഡിയോസ് നമുക്ക് വേറെ പുതിയ വീഡിയോസ് ആയിട്ട് ഓട്ടോകാഡിനെ നമുക്ക് പിന്നും ആഡ് ചെയ്യാം. അതുവരെയും താങ്ക് യു.